മതാടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ ഗോപാലകൃഷ്ണൻ IASന്റെ കള്ളത്തരം തുറന്നുകാട്ടിയുള്ള പോലീസ് റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണിന്. ഗോപാലകൃഷ്ണന്റെ ഫോൺ ആരും ഹാക്ക് ചെയ്തിട്ടില്ല. ഹാക്ക് ചെയ്തു എന്ന് പരാതി നൽകിയപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഫോൺ കൈമാറാൻ ഗോപാലകൃഷ്ണൻ തയ്യാറായില്ല. ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഫോൺ 2 തവണ ഫോർമാറ്റ് ചെയ്ത് ഹാജരാക്കിയെന്നും കണ്ടെത്തൽ. പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ ഹാജരാക്കിയത് മറ്റൊരു ഫോണെന്നും റിപ്പോർട്ടിലുണ്ട്. വിവരങ്ങളുമായി സൈഫ് സൈനുലാബ്ദീൻ ചേരുന്നു. സൈഫ്, ഗോപാലകൃഷ്ണന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിയുകയാണ്. എന്തെല്ലാമാണ് ഈ പോലീസ് വ്യക്തമാക്കുന്നത്? അതിന് അടിമുടി ദുരൂഹതയാണ് ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ പോലീസ് റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫോൺ ഹാക്ക് ചെയ്തു എന്നുള്ള പരാതി അദ്ദേഹം നൽകുന്നു. അങ്ങനെ ഹാക്ക് ചെയ്തിട്ടില്ല എന്ന കണ്ടെത്തൽ പോലീസ് നടത്തുന്നുണ്ട്. അത് സാങ്കേതികമായ പരിശോധന നടത്തുന്നുണ്ട്, ഫോറൻസിക് പരിശോധന നടത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഹാക്ക് ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തുന്നത്. എവിടെയാണ് ഗോപാലകൃഷ്ണൻ കള്ളത്തരം കാണിച്ചത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കിക്കാണേണ്ടത്. 31-ാം തീയതിയാണ് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഹിന്ദു മല്ലു വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതിന് പിന്നാലെ രാത്രി 9:35 അദ്ദേഹം ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെട്ട ആൾക്കാരെ റിമൂവ് ചെയ്യുന്നുണ്ട്. മറ്റൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, മുസ്ലിം വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്തൊരു ഉദ്യോഗസ്ഥർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ കണ്ടെത്തിയതിന് പിന്നാലെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2:28 അദ്ദേഹം ഈ ഉദ്യോഗസ്ഥർക്ക്, ഈ ആഡ് ചെയ്യപ്പെട്ട ഹിന്ദു മല്ലു വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം ഒരു വിശദീകരണം നൽകുന്നത്, തൻ്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് പറയുന്ന വിശദീകരണം നൽകുന്നത്. അങ്ങനെ ഫോൺ ഹാക്ക് ചെയ്തെങ്കിൽ എന്തുകൊണ്ടാണ് അന്ന് അദ്ദേഹം പരാതി നൽകാതിരുന്നുള്ള പ്രസക്തമായ ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. 4-ാം തീയതിയാണ് പോലീസിൽ പരാതി നൽകുന്നത്. തൻ്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്നുള്ള പരാതി അത് ഉണ്ടായി 4 ദിവസത്തിന് ശേഷം പോലീസിൽ ഒരു പരാതി നൽകുന്നു. പോലീസ് ഫോൺ ആവശ്യപ്പെടുന്നു. ഇത് ഏത് ഫോണിലാണ് ഇത് ഉണ്ടായത് എന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ ആവശ്യപ്പെടുന്നു. 5-ാം തീയതി ഒരു ഫോൺ അദ്ദേഹം ഹാജരാക്കുന്നുണ്ട്. അത് ഐഫോണിൻ്റെ 12 Pro എന്ന് പറയുന്ന ഫോണാണ് ഹാജരാക്കുന്നത്. ആ ഫോൺ പോലീസ് പരിശോധിക്കുമ്പോൾ ആ ഫോണിൽ വാട്സപ്പ് ഇല്ല എന്ന് മനസ്സിലാവുകയും വാട്സപ്പ് ഉള്ള ഫോൺ ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. 6-ാം തീയതി സാംസങ്ങിൻ്റെ ഒരു ഫോൺ അദ്ദേഹം ഹാജരാക്കുന്നുണ്ട്. അത് വിശദമായ പരിശോധനയിലേക്ക് പോലീസ് നീങ്ങിയപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഫോൺ ഹാജരാക്കിയതിൻ്റെ തലേ ദിവസം, അതായത് 5-ാം തീയതി തന്നെ ഈ ഫോൺ ഫാക്ടറി റീസെറ്റിംഗ് എന്ന തരത്തിൽ അത് ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പോലീസിൽ ഈ ഫോൺ ഹാജരാക്കുന്നതിന് മുമ്പ് 2 തവണ കൂടി ഇതേ റീസെറ്റിംഗ് പരിപാടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഫോൺ ഹാക്ക് ചെയ്തു എന്ന അദ്ദേഹത്തിൻ്റെ വാദത്തെ പൂർണ്ണമായും പോലീസ് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം മുസ്ലിം വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ആ ഗ്രൂപ്പിൽ ഒരു ഉദ്യോഗസ്ഥ ഇതെന്താണ് ഗോപാലകൃഷ്ണൻ എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടി നൽകിയത് ഉന്നത നിർദ്ദേശപ്രകാരം എന്നുള്ളതാണ്. ആ ഉന്നത നിർദ്ദേശം എവിടെ നിന്നാണ് ഉണ്ടായത് എന്നുള്ള പ്രസക്തമായ ചോദ്യത്തിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. മാത്രമല്ല പോലീസിനെ കബളിപ്പിച്ചുകൊണ്ടൊരു വ്യാജ പരാതി അദ്ദേഹം നൽകുന്നുണ്ട്. തെറ്റായ ഒരു ഫോൺ അദ്ദേഹം കൊണ്ട് കൈമാറുന്നുണ്ട്. ഇതൊക്കെ ഒരു സാധാരണക്കാരനാണ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ നിയമ നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതാണ്. ഇവിടെ ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് നൽകിയ ചാർജ് മെമ്മോയിൽ ഈ ഗുരുതരമായ കണ്ടെത്തലുകളൊന്നും തന്നെ ആ ചാർജ് മെമ്മോയിൽ ഉൾപ്പെടുത്തിയിട്ടും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതായത് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കുന്ന തരത്തിൽ തന്നെയാണ് ആ ചാർജ് മെമ്മോ നൽകിയിട്ടുള്ളത്. പക്ഷേ പോലീസിൻ്റെ കണ്ടെത്തലുകൾ അത് ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. 9-ാം തീയതിയാണ് സംസ്ഥാന പോലീസ് മേധാവി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഈ അന്വേഷണ റിപ്പോർട്ട് കൈമാറുന്നത്. ആ പകർപ്പാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. അതിനുശേഷമാണ് സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നത്. പക്ഷേ ഗോപാലകൃഷ്ണൻ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അദ്ദേഹം അത് മറയ്ക്കാൻ വേണ്ടി ചില കള്ളത്തരങ്ങൾ കാണിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുതകളെല്ലാം നിലനിൽക്കെ തന്നെ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയത്? 11 ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ടെങ്കിലും 11 ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഹിന്ദു മല്ലു വാട്സപ്പ് ഗ്രൂപ്പ്, ഹിന്ദു IAS ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പും മുസ്ലിം IAS ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പും മാത്രമാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ബാക്കി 9 ഗ്രൂപ്പ് അദ്ദേഹം വെറുതെ പറയുന്നതാണ്, അദ്ദേഹം കള്ളം പറയുന്നതാണ് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തലായിട്ടുള്ളത്. എന്തായാലും ഒരു സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥൻ ഗുരുതര സ്വഭാവത്തിൽ സംസ്ഥാനത്തെ ഒരു IAS ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിലൊരു കള്ളത്തരം പറഞ്ഞാൽ അത് പൊളിയില്ല എന്ന തരത്തിലുള്ള അത്രയും ആത്മവിശ്വാസം ഗോപാലകൃഷ്ണൻ എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമല്ലേ? അത് അദ്ദേഹം പറയുന്ന ഒരു പ്രസക്തമായ കാര്യമുണ്ട്. ഈ ഗ്രൂപ്പ് മുസ്ലിം വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനകത്തൊരു ചോദ്യം വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ഉന്നത നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. ആ ഉന്നത നിർദ്ദേശമായിരിക്കും ഒരുപക്ഷെ ഗോപാലകൃഷ്ണൻ്റെ ധൈര്യം എന്ന് പറയുന്നത്. ആ ഉന്നത നിർദ്ദേശം ആര് എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ട കാര്യം. ഏതെങ്കിലും മുതിർന്ന IAS ഉദ്യോഗസ്ഥരാണോ?
ആ IAS ഉദ്യോഗസ്ഥർ എന്തിനാണ് അങ്ങനെ വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി ജൂനിയർ ആയിട്ടുള്ള IAS ഉദ്യോഗസ്ഥനെ ഉപയോഗപ്പെടുത്തുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ് കിട്ടേണ്ടത്. അദ്ദേഹത്തിൻ്റെ ധൈര്യം ആതിരെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ധൈര്യം ഒരു പക്ഷേ IAS ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ IAS മുതിർന്ന ഏതെങ്കിലും IAS ഉദ്യോഗസ്ഥരോ ആയിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയുകയും വേണ്ട.